Hi guys, welcome back to the channel Codebox. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലൂപ്സ് ഇൻ പൈത്തൺ. അപ്പോൾ വിതൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. Like, share and subscribe. Also hit the bell icon for continuous notifications when we post a new video. Loops in Python. അപ്പോൾ ഒരു ലൂപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? അതായത് if there is a set of statement which has to be executed multiple number of times, then ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഒരു ലൂപ്പിൽ ഇടും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വൈൽ എക്സ്പ്രഷൻ കോളൻ അത് കഴിഞ്ഞിട്ട് ഇൻഡന്റേഷൻ ഉണ്ട് ആൻഡ് ദ ബോഡി ഓഫ് ദി വൈൽ ലൂപ്പ്. സോ നൗ വിൽ സി എക്സാമ്പിൾ ഫോർ വൈൽ. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ടു പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 0 to 8. അപ്പോൾ ആദ്യം ഞാൻ ഒരു വേരിയബിൾ കൗണ്ട് 0 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈലിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് വൈൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കൗണ്ട് ഇസ് ലെസ് ദാൻ 9. സോ ഈ ലൂപ്പ് 0 തൊട്ട് 8 വരെ എക്സിക്യൂട്ട് ആവും. അതായത് 9th iteration വരുമ്പോൾ ദാറ്റ് ഈസ് കൗണ്ട് ഈക്വൽ ടു 9 എന്ന് വരുമ്പോൾ ഈ ലൂപ്പ് ടെർമിനേറ്റ് ആവും. അടുത്ത നമുക്ക് ലൂപ്പിന്റെ ബോഡി നോക്കാം. അപ്പോൾ ഈ വൈൽ ലൂപ്പിന്റെ ബോഡിക്കകത്ത് ഞാൻ കൗണ്ടിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആൻഡ് കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇൻക്രിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ലൂപ്പ് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ട് പോകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എക്സാമ്പിളിൽ. ആൻഡ് ലാസ്റ്റില് ഞാൻ ഒരു ഗുഡ് ബൈ എന്നും പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് തുറന്നിട്ട് ഈ പ്രോഗ്രാം ഇരിക്കുന്ന ഫോൾഡറിലോട്ട് നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പൈത്തൺ സ്പേസ് പ്രോഗ്രാം നെയിം, ഇൻ ദിസ് കേസ് while ex.py. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ആസ് യു ക്യാൻ സി ഔട്ട്പുട്ട് നമുക്ക് കാണാം 0 തൊട്ട് 8 വരെ ആൻഡ് ലാസ്റ്റിലെ ഗുഡ് ബൈ എന്ന് പ്രിന്റ് ആവും. ഇനിയും ഞാൻ പറഞ്ഞത് ഇപ്പൊ സപ്പോസ് ഞാൻ ഇനി ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കളയുക, അതായത് ഇത് ഞാൻ കമന്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ അഗൈൻ ഇത് റൺ ചെയ്യുവാണെങ്കിൽ ആസ് യു ക്യാൻ സി ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിൽ പോകുന്നുണ്ട്. അതായത് എപ്പോഴും 0 0 0, അതായത് ഈ കൗണ്ട് ഇൻക്രിമെന്റേ ആകുന്നില്ല, എപ്പോഴും കൗണ്ടിന്റെ വാല്യൂ 0. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൗണ്ടിന്റെ ഇസ് ലെസ് ദാൻ 9 എന്നുള്ള കണ്ടീഷൻ മീറ്റേ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലോട്ട് പോകുന്നത്. ഇനി അടുത്ത ലൂപ്പാണ് ഫോർ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഫോർ ഐട്രേറ്റിംഗ് വേരിയബിൾ ഇൻ സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്സ്. പേടിക്കണ്ട, ഈ സിന്റാക്സ് കണ്ട് പേടിക്കണ്ട, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഫോറിന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ ആദ്യം ഞാനൊരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതായത് ഫ്രൂട്ട്സ് ഈക്വൽ ടു ബനാന, ആപ്പിൾ, മാംഗോ. ആൻഡ് എനിക്ക് ഈ ഓരോ എലിമെന്റിനെയും ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ലിസ്റ്റ്. ഇനി ലൂപ്പിന്റെ ബോഡി നോക്കിയാൽ അതിനകത്ത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിച്ച് പ്രിന്റ്സ് ദ വാല്യൂ ഓഫ് ഫ്രൂട്ട്. അത് കഴിഞ്ഞ് ലൂപ്പ് എല്ലാം എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ടാണ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് പ്രിന്റ്സ് ഗുഡ് ബൈ. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. അപ്പൊ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് പറഞ്ഞിട്ട് ഐ ഗോ ടു ദ place where the program is saved, and to run the program it is python space program name .py. So as you can see ഇവിടെ പ്രിന്റ് ആയത് കറന്റ് ഫ്രൂട്ട് ബനാന, കറന്റ് ഫ്രൂട്ട് ആപ്പിൾ, കറന്റ് ഫ്രൂട്ട് മാംഗോ. അതായത് നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ എലിമെന്റ്സും പ്രിന്റ് ആയി. എന്നിട്ട് ലാസ്റ്റില് ഗുഡ് ബൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും പ്രിന്റ് ആയി. അടുത്ത നമ്മൾ നെസ്റ്റഡ് ലൂപ്സ് നോക്കാം. അതായത് നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ്. അപ്പൊ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ഈ എക്സാമ്പിളിനകത്ത് ആസ് യു ക്യാൻ സി ഇവിടെ ഞാൻ 2 ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫോർ ലൂപ്പ് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5, അതായത് ഐയുടെ വാല്യൂ 0 to 5 ഇടയ്ക്കായിരിക്കും. ആൻഡ് സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ജെ ഇൻ റേഞ്ച് ഓഫ് 5. ആൻഡ് ഞാൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത് പ്രിന്റ് ജെ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓരോ ഐക്കും 5 ജെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
0 1 2 3 4 0 1 2 3 4 എന്ന് പറഞ്ഞ് 5 പ്രാവശ്യം പ്രിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രോഗ്രാം ലൊക്കേഷനിലോട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് കമാൻഡ് എന്ന് പറയുന്നത് പൈത്തൺ സ്പേസ് പ്രോഗ്രാം നെയിം ഡോട്ട് പി വൈ, അതായത് നെസ്റ്റഡ് ഡോട്ട് പി വൈ. ആസ് യു ക്യാൻ സി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 2 3 4 0 1 2 3 4 0 1 2 3 4 0 1 2 3 4 ആൻഡ് 0 1 2 3 4. അതായത് ഓരോ ഐക്കും 5 J ഉണ്ട്. This is how nested loops work. Now we are going to see what are loop control statements. So we have 3 loop control statements in Python. First is the break statement. Break statement terminates the loop statement and transfers execution to the statement immediately following the loop. Second is continue statement. Continue statement causes the loop to skip the remainder of its body and immediately retest its condition prior to reiterating. Third is pass statement. The pass statement in Python is used when a statement is required syntactically but you do not want any command or code to execute. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾ. ഇവിടെ ഞാനൊരു ഫോർ ലൂപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 ആൻഡ് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇഫ് ഐ വാല്യൂ ഈക്വൽ ടു 2 ദെൻ ദ ലൂപ്പ് ഷുഡ് ബ്രേക്ക്. അപ്പൊ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കമാൻഡ് പൈത്തൺ സ്പേസ് ഫയൽ നെയിം. ആസ് യു ക്യാൻ സി ഔട്ട്പുട്ട് പറയുന്നത് 0 1 2. അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ ആസ് സൂൺ ആസ് 2 എൻകൗണ്ടർ ആകുമ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആയി. അത് കാരണമാണ് ഔട്ട്പുട്ട് വന്നത് 0 1 2. ദ നെക്സ്റ്റ് എക്സാമ്പിൾ വി ആർ ഗോയിങ് ടു സീ ഇസ് ഓഫ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഞാൻ അഗൈൻ ഒരു ഫോർ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇഫ് കണ്ടീഷൻ ഉണ്ട്. ആൻഡ് ഇഫ് ഐ ഈക്വൽ ടു 2 ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ആവും and value of I is being printed. അപ്പോൾ as soon as I equal to 2 എൻകൗണ്ടർ ചെയ്യുമ്പോൾ കണ്ടിന്യൂ എൻകൗണ്ടർ ചെയ്യുമ്പോൾ I equal to 2യുടെ ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് ലൂപ്പിന്റെ കൺട്രോൾ വീണ്ടും ഫോറിലോട്ട് വരും, അതായത് ഫോറിന്റെ എക്സ്പ്രഷനിലോട്ട് വരും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ പൈത്തൺ സ്പേസ് ഫയൽ നെയിം ഡോട്ട് പി വൈ, അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 1 3 4. അതായത് when I equal to 2 ആ iteration skip ആയി complete ആയിട്ട്. ഇതാണ് continue statement. Next we are going to see pass statement. So pass statement is basically a null statement which is used to complete a block of code which can be used in future. അതായത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് ഇപ്പം അറിയില്ല, പക്ഷെ ഫ്യൂച്ചറിന് ആ ബ്ലോക്ക് ഓഫ് കോഡ് വേണം, പക്ഷെ നമുക്ക് പ്രോഗ്രാമും റൺ ആവണം അറ്റ് ദ സെയിം ടൈം. സോ അത് സ്കിപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പാസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് കൺസിഡർ ദിസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനകത്ത് ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് സപ്പോസ് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫ്യൂച്ചറിലാണ് വേണ്ടത്, അതായത് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എനിക്ക് അറിയില്ല, ബട്ട് ഫ്യൂച്ചർ പർപ്പസിന് എനിക്ക് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് വേണം. ആൻഡ് സപ്പോസ് ഫോർ ടൈം ബീങ് എനിക്ക് ബാക്കിയുള്ള ബ്ലോക്ക് ഓഫ് കോഡ് റൺ ആവും വേണം. അപ്പൊ അതിനായിട്ടാണ് ഞാൻ പാസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ ഈ കോഡ് ഇങ്ങനെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇതൊരു എറർ തരും. അതായത് എറർ എന്ന് പറയുന്നത് ഇൻഡന്റേഷൻ എറർ, എക്സ്പെക്ടഡ് ആൻഡ് ഇൻഡന്റ് ബ്ലോക്ക്, അതായത് ഇഫിന്റെ ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇൻ ദ ബോഡി ഓഫ് ദിസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഐ ഗിവ് പാസ്, then the body of the if statement gets completed. Basically pass does nothing, it is null. So let's execute this. So to execute this I'll write down python space filename.py, and as you can see നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതാണ് പാസ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഇനിയും കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, പൈത്തൺ പ്രോഗ്രാം ടു പ്രിന്റ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 10. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ ആദ്യം ഒരു ഫോർ ലൂപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫോർ നം ഇൻ റേഞ്ച് ഓഫ് 0 to 10. അപ്പോൾ നമ്മിന്റെ വാല്യൂ ഇവിടെ 0 to 10 ഇടയ്ക്കായിരിക്കും.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെക്കിംഗ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് സിമ്പിൾ ആയിട്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0 ദെൻ പ്രിന്റ് നം. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് 0 to 10 ഇടയ്ക്കുള്ള എല്ലാ ഈവൻ നമ്പറും തരും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് കാണാനായിട്ട് ആദ്യം കമാൻഡ് പ്രോംപ്റ്റ് തുറന്നിട്ട് അതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഫോൾഡറിലോട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് ഇതിന്റെ കമാൻഡ് പൈത്തൺ സ്പേസ് ഫയൽ നെയിം .py. ആസ് യു ക്യാൻ സീ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 2468. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത പ്രോഗ്രാമാണ് പ്രോഗ്രാം ടു പ്രിന്റ് ദ സ്ക്വയർസ് ഓഫ് ഓൾ നമ്പേഴ്സ് പ്രസന്റ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഇതാണ് പ്രോഗ്രാം ടു പ്രിന്റ് സ്ക്വയർസ് ഓഫ് ഓൾ നമ്പേഴ്സ് പ്രസന്റ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നമ്പേഴ്സ് എന്ന് പറഞ്ഞു, ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ 1, 2, 4, 6, 11 and 20. ആൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫോർ ലൂപ്പിനകത്ത് ഫോർ വാൽ ഇൻ നമ്പേഴ്സ്, വാൽ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്പേഴ്സിൽ, അതായത് വാൽ ആദ്യം 1 ആകും, പിന്നെ 2 ആകും, പിന്നെ 4 ആകും, 6 ആകും, 11 ആകും, ലാസ്റ്റിൽ 20 ആകും. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ കാണാനായിട്ടാണ് SQ ഈക്വൽ ടു വാൽ ഇൻറ്റു വാൽ. അത് കഴിഞ്ഞിട്ട് SQനെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. നമുക്ക് ഇതിനെയും റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാനായിട്ട് പൈത്തൺ സ്പേസ് പ്രോഗ്രാം നെയിം .py. ആസ് യു കൻ സീ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1, 4, 16, 36, 121 and 400 which is our expected output. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ ബേസിസിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് ആണിത്. ഫസ്റ്റ് പ്രോബ്ലം, പ്രോഗ്രാം ടു ഫൈൻഡ് the sum of all numbers stored in a list. Second problem, program to find the frequency of each character in a string. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സൊല്യൂഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.